ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? വെയിറ്റേജ് ബൈ കണ്ടന്റ് അല്ലേ? ഓരോ മൊഡ്യൂളിൽ നിന്നും അഥവാ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് പൊതുപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കാം. അതിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം പറയാനുള്ളത് 7 മൊഡ്യൂൾസാണ് വരുന്നത്. മൊത്തത്തിൽ എത്ര മൊഡ്യൂൾസാണ് വരുന്നത്? 7 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളാണ് എന്ത്? ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? 2 ചാപ്റ്റർ വരുന്നുള്ളൂ. ഏതാണ്? ചാപ്റ്റർ 3ഉം ചാപ്റ്റർ 4ഉം. അതിൽ നമുക്ക് എത്ര മാർക്ക് വരുന്നത്? 14 മാർക്കാണ് വരുന്നത്. എത്ര മാർക്കാണ് വരുന്നത്? 14 മാർക്കാണ് വരുന്നത്. വെറും 2 ചാപ്റ്ററേ വരുന്നുള്ളൂ, പക്ഷെ അതിൽ നിന്ന് മാത്രം 14 മാർക്ക് വരുന്നുണ്ട്. ക്ലിയർ? രണ്ടാമത്തെ കാര്യം വരുന്നത് എന്താണ്? ആസ്പെക്ട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് അല്ലെ? അതിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? രണ്ടാമത്തെ മൊഡ്യൂളിൽ 6, 7, 8, 9 4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. മാർക്ക് എത്ര വരുന്നത്? വെയിറ്റേജ് വരുന്നത് 15 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. ക്ലിയർ? ആദ്യത്തെ മൊഡ്യൂളിൽ എന്ത് ചെയ്യുക? 2 ചാപ്റ്റർ ആണ്, 14 മാർക്കാണ്. 2 ചാപ്റ്റർ ആണ്, 14 മാർക്കാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് എന്താണ്? 4 ചാപ്റ്റർ വരുന്നുണ്ട്. അവിടെ എന്താണ്? 15 മാർക്കും വരുന്നുണ്ട്. ആദ്യത്തെ മൊഡ്യൂളിൽ 14ഉം രണ്ടാമത്തെ മൊഡ്യൂളിൽ എന്ത് ചെയ്യുക? 15 മാർക്കുമാണ് വരുന്നത്. അടുത്ത നമുക്ക് നോക്കാം മൂന്നാമത്തെ മൊഡ്യൂൾ. ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുള്ള മൊഡ്യൂളാണ് എന്ത്? സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? 10 വരുന്നുണ്ട്, 11, 12, 15, 16 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 10, 11, 12 പിന്നെ എന്ത് ചെയ്യുക? 15, 16 അങ്ങനെ 5 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 17 മാർക്കാണ് വരുന്നത്. ഇവിടെ എത്ര മാർക്ക് വരുന്നത്? 17 മാർക്കാണ് വരുന്നത് കേട്ടോ. 17 മാർക്ക്. അടുത്ത മൊഡ്യൂളാണ് ഇത് ഡെമോക്രസി അറ്റ് വർക്ക്. 4ാമത്തെ മൊഡ്യൂളാണ് അല്ലെ? അതിൽ വരുന്നത് 4 ചാപ്റ്ററാണ്. 18, 19, 20, 21 4 ചാപ്റ്ററാണ് വരുന്നത്. 12 മാർക്ക്. ഓക്കെ. ഇനി അടുത്തെന്താണ്? 5ാമത്തെ മൊഡ്യൂളാണ്. ക്ലിയർ? മേജർ കണ്ടംപററി ഇഷ്യൂസ് എന്നുള്ളതാണ്. 3 ചാപ്റ്റർ വരുന്നുള്ളൂ. 23, 24, 25 എത്ര മാർക്കാണ് വരുന്നത്? 15 മാർക്ക് വരുന്നുണ്ട്. ക്ലിയർ? ഇനി അടുത്തെന്താണ്? 6ാമത്തെ മൊഡ്യൂളാണ് അല്ലെ? 6ാമത്തെ മൊഡ്യൂളിൽ ഇന്ത്യ ആൻഡ് ദി വേൾഡ് എന്നാണ് മൊഡ്യൂളിന്റെ പേര്. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 26ഉം 28ഉം 2 ചാപ്റ്റേഴ്സ് 12 മാർക്ക് വരുന്നുണ്ട്. വെറും 2 ചാപ്റ്റേഴ്സ് ആണ്, 12 മാർക്ക് വരുന്നുണ്ട്. ഇനി അടുത്തെന്താണ്? 2 മൊഡ്യൂൾ വരുന്നുണ്ട് അല്ലെ? ഓപ്ഷൻ മൊഡ്യൂളാണ്. എയും വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്. ക്ലിയർ? എ വേൾഡ് ഓർഡർ ആൻഡ് ദി യുണൈറ്റഡ് നേഷൻസ് ആണ്. ബി എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നാണ്. ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഓപ്ഷൻ മൊഡ്യൂൾ 1 ആണ്, എ ആണ് കേട്ടോ. അപ്പൊ അതിൽ എത്ര മാർക്ക് വരുന്നുണ്ട്? 2ലും 15 മാർക്ക് തന്നെ വരുന്നത്. ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. 2 കൂടെ എഴുതാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. എയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ ബിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യരുത്. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യുക. മിക്സ് ചെയ്ത് ചെയ്യരുത് ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ എത്ര വരുന്നുണ്ട്? 7, 7 അല്ലേ? എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 15 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇങ്ങനെയാണ് വെയിറ്റേജിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യേണ്ടത് വെയിറ്റേജ് അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആദ്യം നിങ്ങൾ പഠിച്ച് ക്ലിയർ ആക്കി പോവുക എന്നുള്ളതാണ്. ക്ലിയർ? പൊളിറ്റിക്കൽ സയൻസിൽ വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ് എല്ലാതും. നിങ്ങൾ സ്കിപ്പ് ചെയ്യണം ഞാൻ പറയുന്നില്ല. എല്ലാ ചാപ്റ്റേഴ്സും വളരെ എളുപ്പമുള്ളതാണ്. ഓക്കെ. ക്ലിയർ? ജയിക്കാനെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ മൊഡ്യൂളും പഠിക്കണം എന്നില്ല. അത് ഞാൻ ആദ്യമേ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ്? ഇപ്പോൾ ജയിക്കണം എന്നുള്ള ഒരു മാത്രം ഉദ്ദേശമുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം എന്നില്ല. ഈ വെയിറ്റേജ് നോക്കിയിട്ട് അല്ലേ
അതിനനുസരിച്ച് നിങ്ങൾക്ക് കഴിയുന്ന മൊഡ്യൂൾസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാലും മതി, നോ പ്രോബ്ലം. നല്ല മാർക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ നിർബന്ധമായിട്ടും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം പോർഷൻസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ് പൊളിറ്റിക്കൽ സയൻസിലുള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. സ്ക്രീനിൽ കാണുന്നതാണ് എന്ത്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. സബ്ജക്റ്റ് കോഡ് 317 ആണ്. മൊത്തം എത്ര അവേഴ്സ് വരുന്നത്, ടൈം എത്ര, 3 മണിക്കൂർ തന്നെയാണ്. മാക്സിമം മാർക്ക് 100 മാർക്കാണ്. അതിൽ 54 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടല് 54 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 2 സെക്ഷൻസ് ഉണ്ടായിരിക്കും. എന്തുണ്ടാവും, 2 സെക്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഒന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് 2 പാർട്ട് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ 1 മുതൽ 20 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ഉണ്ടാവും, അതിന് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇനി അടുത്തെന്താണ്, ക്വസ്റ്റ്യൻ 21 മുതൽ 35 വരെയാണ്. അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കാണ് വരുന്നത്. ഇവിടെ 2 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 2 മാർക്ക് എന്ന് പറയുന്നത്. 2 ആൻസർ ചെയ്താണ്ടാവും, അതുകൊണ്ടാണ് 2 മാർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി ആണ് എന്ത്, അല്ലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരുന്നത്. 36 മുതൽ 46 വരെ ക്വസ്റ്റ്യൻസ് വരുന്നത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ 47 മുതൽ 52 വരെ വരുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ 53 മുതൽ 54 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ. വളരെ എളുപ്പമുള്ള രീതിയിലാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്ക് കടക്കാം. സെക്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 പറയുന്ന എന്താന്ന് നോക്കാം. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ അല്ലേ. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ എത്ര മാർക്ക് വരുന്നത്, 1 മാർക്ക് കേട്ടോ. 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്താണ്, ഓരോ മാർക്ക് വീതമാണ് വരുന്നത്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. എ പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് ഹൗ മെനി സ്റ്റേറ്റ്സ് അറ്റ് വൺ ടൈം അല്ലെ. ഒരാള് ഒരേ സമയം എത്ര രാജ്യത്ത് മെമ്പർഷിപ്പ് ഉണ്ടാവാം. എങ്ങനെയാണ്, ക്ലിയർ അല്ലേ? ഒരു വ്യക്തിക്ക് ഒരേ സമയം എത്ര രാജ്യത്ത് മെമ്പർഷിപ്പ് എടുക്കാം. ഓപ്ഷൻ ഏതാ വരുന്നത്, ഒരേ സമയം 1 പറ്റുള്ളൂ. അപ്പൊ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത് 1 എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലെ. ഇനി അടുത്തത് എന്താണ്, ഐഡന്റിഫൈ ദ ഓപ്ഷൻ വെദർ ദ ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് അല്ലെ. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ കേസിൽ വരുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്നുള്ള രീതിയിലല്ല. ഇവിടെ എന്താ പറയുന്നത്, ഇവിടുത്തെ കേസിൽ പറയുന്നത് എന്താണ്, ഇതൊരു രാജ്യം എന്നുള്ള രീതിയിലാണ് അല്ലെ. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 2 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു അല്ലെ. ഓർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് സെലക്ട് ചെയ്യുക അല്ലെ. ഉത്തരം ശരിയാവാൻ സാധ്യത ഉള്ളത് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാ. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, ദ മെമ്പർഷിപ്പ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് എന്താ പറഞ്ഞത്, വോളണ്ടറി, കമ്പൽസറി, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി എബോ എന്ന് പറയുമ്പോൾ എന്താ, ഒരു രാജ്യത്തിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പൽസറി ആണോ വോളണ്ടറി ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, കമ്പൽസറി ആണ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എൻ അസോസിയേഷൻ. അസോസിയേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. അതിൽ 4 കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. എന്താണ് അസോസിയേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചാപ്റ്റർ 3 കൊടുത്തിട്ടുള്ളത്. ചാപ്റ്റർ 3 ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അസോസിയേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പേജ് നമ്പർ 26 കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിലെന്താ ഓരോന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, ഓർഗനൈസേഷൻ ഓഫ് ദി പീപ്പിൾ. അസോസിയേഷൻ പറഞ്ഞാൽ എന്താണ് അല്ലെ, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുക, കൂടിച്ചേർന്നതാണ് അല്ലെ, അങ്ങനെ സംഘടിപ്പിച്ചതാണ്. അപ്പൊ അത് നമുക്ക് എന്താണ് ഫീച്ചർ ആയിട്ട് പറയാം. ഓർഗനൈസേഷൻ ഓഫ് ദി പീപ്പിൾ ആണ് എന്ത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. ശരിയാണ്. രണ്ടാമത്തെ എന്താ, സം കോമൺ ഓർ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് അല്ലെ. ഇവർക്ക് എന്തുണ്ടാവും, ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലെ. അവർക്ക് നേടിയെടുക്കേണ്ട കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതും എന്താണ്, അസോസിയേഷന്റെ ഫീച്ചറാണ്. പിന്നെ എന്താ, ജോയിന്റ് എഫേർട്ട്. എന്താ ജോയിന്റ് എഫേർട്ട്, ഇത്തരത്തിലുള്ള കോമൺ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവരെന്താണ്
ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ല വേണ്ടത്, ജോയിന്റ് എഫേർട്ടാണ് വേണ്ടത് അല്ലേ. അപ്പൊ ജോയിന്റ് എഫേർട്ട് എന്നുള്ളത് എന്താണ്? അസോസിയേഷന്റെ ഫീച്ചറാണ്. അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നാലാമത്തെ ചോദ്യം നോക്കാം. ഹു വാസ് എ ഫ്രഞ്ച് ഐഡിയലിസ്റ്റ് പൊളിറ്റിക്കൽ ഫിലോസഫർ ഓഫ് ദ 18th സെഞ്ചുറി അല്ലെ. 18ാം നൂറ്റാണ്ടിലെ എന്താണ് ഫ്രഞ്ച് ഐഡിയലിസ്റ്റ് പൊളിറ്റിക്കൽ ഫിലോസഫർ ആരാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തന്ന 4 ഓപ്ഷൻസ് നോക്കാം. ഒന്ന് റൂസോ ആണ്, ലെനിൻ ആണ്, സോക്രട്ടീസ് ആണ്, അതേപോലെ പ്ലാറ്റോ ആണ്. പ്ലാറ്റോ സോക്രട്ടീസ് ഒക്കെ എന്താണ് ഗ്രീക്കുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ, ഗ്രീക്കാണ് വരുന്നത് അല്ലെ. അതേപോലെ ലെനിൻ പറയുമ്പോൾ റഷ്യയാണ്, റൂസോ എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലെ. ഫ്രഞ്ച് ഐഡിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് റൂസോ ആണ്. അപ്പൊ അത് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം അല്ലെ. നാലാമത്തതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നത് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ എന്താ? ലിബറലിസം ഈസ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്ലാസ് അല്ലെ. ഏത് ക്ലാസിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി ആണ് ഫെഡറലിസം എന്ന് പറയുന്നത്? ലിബറലിസം എന്ന് പറയുന്നത് ഏതാണ്? സോഷ്യലിസ്റ്റ് ആണോ, ഐഡിയലിസ്റ്റ് ആണോ, ക്യാപിറ്റലിസ്റ്റ് ആണോ? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എന്നുള്ളതാണ് അല്ലേ. അഞ്ചാമത്തെ ചോദ്യം എന്താ വരുന്നത്? വെൻ എ നാഷൻ അറ്റൈൻ സ്റ്റേറ്റ്ഹുഡ് അല്ലെ. ഒരു നാഷൻ സ്റ്റേറ്റ്ഹുഡ് ആയി മാറുമ്പോൾ അല്ലെ, ഇറ്റ് ബിക്കംസ് എ ഡാഷ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നാഷൻ സ്റ്റേറ്റ് എന്നുള്ളതാണ് അല്ലെ. നാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദേശം എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ നാഷൻ അറ്റൈൻ സ്റ്റേറ്റ്ഹുഡ് ആവുമ്പോൾ എന്താണ്? നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയാം. ക്ലിയർ. ഇനി അടുത്തത് അപ്പൊ ഓപ്ഷൻ ഏതാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത എന്താണ്? ഐഡന്റിഫൈ ദ ഓപ്ഷൻ ഓഫ് വെദർ എ പേഴ്സൺ അറസ്റ്റഡ് അണ്ടർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ക്യാൻ ബി കെപ്റ്റ് ഇൻ ജയിൽ വിത്തൗട്ട് ട്രയൽ ഫോർ എ മാക്സിമം പീരിയഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക? കരുതൽ തടങ്കലിനായിട്ട് എന്ത് ചെയ്തു? ജയിലിൽ അടച്ചു. അയാളെ എന്താണ് വിചാരണ കൂടാതെ തടവിലാക്കാവുന്ന പരമാവധി സമയം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ. കരുതൽ തടങ്കലിനായിട്ട് എന്ത് ചെയ്യുക? ഒരാളെ വിചാരണ കൂടാതെ മാക്സിമം ജയിലിടാവുന്ന സമയം എത്രയാണ്? 3 months ആണ്, 3 മാസമാണ് കേട്ടോ. 3 മാസം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹാജരാക്കേണ്ടി വരും അല്ലെ. കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ക്ലിയർ. ഇനി അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എന്താ പറയുന്നത്? എനി പേഴ്സൺ അറസ്റ്റഡ് ബൈ ദ പോലീസ് ഷാൾ ഹാവ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് അല്ലെ. ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. 24 hours, 48, 36, 12 hours തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ് ചോദ്യം? ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യണം? 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? കോടതിയിൽ ഹാജരാക്കണം. അതാണ് ആൻസർ അല്ലെ. 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇവയെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്